ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ക്യാപിറ്റൽ അസറ്റിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ്, ആ അസറ്റ് നമ്മൾ എന്താണ് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം, ആ പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഗെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഷോർട്ട് ടേമും മറ്റൊന്ന് ലോങ് ടേമും. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഉള്ള ആ അസറ്റ് നമ്മൾ 36 മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ കൈവശം വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത്. അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അത്തരം അസറ്റിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 മാസം അല്ലെങ്കിൽ അതിന് താഴെ കൈവശം വെച്ചിട്ടുള്ള അസറ്റുകളാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തെ നമ്മൾ എന്ത് പറയുന്നു? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹൗ ടു കാൽക്കുലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്പെസിമെൻ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിനും എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, വീഡിയോയ്ക്ക് പോകാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഷനും എക്സംഷൻ അണ്ടർ സെക്ഷൻ 54, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ നോക്കാം, നമ്മൾ ഒരു എമൗണ്ടിന് ഇത് വിറ്റിട്ടുണ്ടാവും, അപ്പോഴാണ് നമുക്ക് ഒരു ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫുൾ വാല്യൂ ഓഫ് സെയിൽസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്നർത്ഥം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചിലവുകളുണ്ടെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ എന്നാണ് നമ്മൾ പറയുക. സെയിൽസിന് ഇവിടെ സാധാരണഗതിയിൽ ട്രാൻസ്ഫർ എന്നാണ് പറയുക, അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാം. അപ്പോൾ ബ്രോക്കറേജ് കമ്മീഷൻ ഇങ്ങനെ പലതും ആവാം, അത് കുറയ്ക്കാം. പിന്നെ ഇത് വാങ്ങുന്നതിന് നമുക്കൊരു ചിലവ് വന്നിട്ടുണ്ടാവും, അല്ലാതെ വിറ്റ മുഴുവൻ പണവും നമ്മുടെ ലാഭമല്ലല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വാങ്ങിയ വില നമ്മൾ കുറയ്ക്കണമല്ലോ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. എന്താ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ വാങ്ങിയതിന് ശേഷം അത് സ്റ്റഡിയായി നിർത്താനും അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അസറ്റിൽ ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു വീടാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, ആ ബിൽഡിങ്ങിൽ നിന്ന് ചിലപ്പോൾ നമ്മളെന്താണ് അഡീഷണലായിട്ട് 1-2 റൂമുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിലെന്താണ് ചില റിപ്പയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയാം. ഇമ്പ്രൂവ്മെൻറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ അതും നമുക്ക് കുറയ്ക്കാം. അങ്ങനെ കുറച്ച് കിട്ടുന്നതിന് നമുക്ക് എന്താണ് ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇതിൽ നിന്ന് നമുക്ക് ചില എക്സംഷൻ കിട്ടും. ആ എക്സംഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളെന്താണ് അണ്ടർ സെക്ഷൻ 54 എന്നാണ് പറയാറ്. അപ്പോൾ 54B, 54D, 54G ഈ സംഭവങ്ങളൊക്കെ എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ അങ്ങനെ അതും കൂടി കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ലോങ് ടേം എങ്ങനെയാണെന്ന് നോക്കാം. ലോങ് ടേം നോക്കൂ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസ് ഓക്കെയാണ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇതൊക്കെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ,
ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ്. എന്താണ് ഇൻഡെക്സ്ഡ് അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടും. ഇതൊക്കെ കുറച്ചുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്താണ് 54, 54B, 54D, 54EC, 54F, G, GA ഇത്രയും കാര്യങ്ങൾ ഇതിന്ന് നമുക്ക് എന്താണ് ഡിഡക്ഷൻ കിട്ടും, എക്സംഷൻ കിട്ടും. അത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ എക്സംഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കിട്ടുന്ന എക്സംഷൻ ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു 6 ലക്ഷത്തിൻ്റെ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാൻഡോ ഒരു ബിൽഡിംഗ് എൻ്റെ ആയിക്കോട്ടെ. അത് നിങ്ങൾ 10 ലക്ഷത്തിന് വിറ്റ് വയ്ക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഈ 4 ലക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഈ 4 ലക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരു 3 ലക്ഷത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിടുകയാണ് ഇരിക്കുക. അങ്ങനെയാണ് ഈ ബാക്കി നിങ്ങൾക്ക് എത്ര ഉണ്ടാവുള്ളൂ, 1 ലക്ഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ 1 ലക്ഷം എവിടെയെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ സ്കീമുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ, അതിൽ നിക്ഷേപിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാക്കി എന്താണ് 0 ഉണ്ടാവും, നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ 54-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 54. ഈ 54 ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ താമസിക്കുന്ന വീട് വിറ്റിട്ട് നിങ്ങൾ എന്താണ് പകരം വേറൊരു വീട് വാങ്ങുകയാണ്. അപ്പോൾ വീട് വിറ്റ് വീട് വാങ്ങുക. അപ്പോൾ നിങ്ങളുടെ താമസിക്കുന്ന വീട് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗെയിൻ ഉണ്ടാവും. ആ ഗെയിനാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീട് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ എമൗണ്ട് മുഴുവനായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് എക്സംഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ആണ്. എത്രയാണോ നിങ്ങളതിൽ പുതിയ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കിയത് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അത്രയും തുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതാണ് വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year ബിഫോർ 2 year ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ പർച്ചേസ്ഡ് 1 residential house in India or within a period of 3 years constructed 1 residential house in India. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് വിൽക്കുന്നതിന് മുന്നേ ആണെങ്കിൽ, നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ 1 വർഷത്തിനുള്ളിൽ വാങ്ങണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടൊക്കെ ആകുമ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടി കാത്തുക്കൂല, അതിൻ്റെ മുന്നേ തന്നെ ചിലപ്പം വീട് വാങ്ങിയിടാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ബിഫോർ സെയിലാണെങ്കിൽ 1 year. അതല്ല, നിങ്ങൾ വിറ്റതിന് ശേഷമാണ് പുതിയ വീട് വാങ്ങിക്കുന്നതെങ്കിൽ അത് 2 വർഷത്തിനുള്ളിൽ വാങ്ങിക്കണം, എന്നാലാണ് എക്സംഷൻ കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾ വാങ്ങിക്കല്ല, പുതിയ വീടാണ് നിങ്ങളെന്താണ് കൺസ്ട്രക്റ്റ് ചെയ്യാനിരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് എന്താ ചെയ്യാം, എക്സംഷന് വേണ്ടിയിട്ട് അത്രയും കാലാവധി നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ 54B. 54Bയിൽ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ്. അപ്പോൾ ഞാൻ ഇതൊക്കെ മൊത്തങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ മലയാളം എന്താണ് ഇതിൽ ആക്ച്വലായിട്ട് ഇതിൻ്റെ കോർ പോയിൻ്റ് ഞാൻ അങ്ങനെ പറയാം. കൃഷിഭൂമി വിറ്റിട്ട് കൃഷിഭൂമി വാങ്ങുകയാണ്. നിങ്ങൾക്ക് എന്താണ് ക്യാപിറ്റൽ എത്രയാണോ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷൻ കിട്ടും. ഇൻഡിവിജ്വലിനും HUF-നും മാത്രമാണുള്ളത്. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 വർഷത്തിൽ ആ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ലാൻഡ് നിങ്ങളെന്താണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് യൂസ് ചെയ്താലും മതി. HUF ആണെങ്കിൽ HUF-ൻ്റെ ഫാമിലി യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നത്. ദി അസസി ഹാസ് പർച്ചേസ്ഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എനി അതർ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വാങ്ങിക്കും വേണം. അപ്പോൾ അതിൻ്റെ കാലാവധി 2 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളെന്താണ് 54B ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് കൃഷിഭൂമി വിറ്റാണ് വേറൊരു കൃഷിഭൂമി വാങ്ങുകയാണ്, ഫുൾ എമൗണ്ട് നിങ്ങൾക്ക്
എക്സംഷൻ കിട്ടും. അത് ഇൻഡിവിജ്വൽ എച്ച്യുവിന് മാത്രമാണുള്ളത്. 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ പുതിയത് വാങ്ങിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ വിൽക്കുന്ന പ്രോപ്പർട്ടി ആ വിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങളിൽ നിങ്ങൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. നിങ്ങളോ നിങ്ങളുടെ പാരൻറ്റോ അല്ലെങ്കിൽ HUF ആണെങ്കിൽ HUവിൻ്റെ ഫാമിലിയോ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ 54D. 54D എന്ന് പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഈ കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഗവൺമെൻറ്റൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി നിർബന്ധമായിട്ട് പിടിച്ചെടുക്കുന്നൊരു ഘട്ടം വരും. ഇപ്പോൾ റോഡൊക്കെ വികസനം അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഒക്കെ വികസനം വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മേ ബി എന്ത് ചെയ്യാം, ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടി കമ്പൽസറി ആയിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ അതാണ് കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയാൻ കാരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ആ എമൗണ്ട് അതിന് ടാക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സംഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇത് എല്ലാ അസസിക്കും ഇതിൻ്റെ എക്സംഷൻ കിട്ടും. ഇത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ആ കിട്ടിയ കോമ്പൻസേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയത് നമ്മൾ നിർമ്മിക്കണം. 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി. ഓക്കെ, ഇത് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങളിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ മറ്റൊരു പോയിൻ്റ് പറയുന്നത്. അതായത് നമ്മളത് കമ്പൽസറി അക്വയർ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇത് ഇതാ പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷത്തിൽ അത് ഇൻഡസ്ട്രിയൽ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ഫുള്ള് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് 54D എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് എല്ലാ അസസിക്കും ഇതിൻ്റെ എക്സംഷൻ അവൈലബിൾ ആണ്. ഫുൾ എമൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് നിർബന്ധമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ അത്തരം പ്രോപ്പർട്ടി ആ കോമ്പൻസേഷൻ കിട്ടുന്ന ആ പ്രോപ്പർട്ടി നമ്മൾ എന്നാണോ പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങളിൽ നമ്മൾ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ ഒരു എക്സംഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് 54EC. അത് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടൈം സ്പെസിഫൈഡ് അസറ്റ്. നിങ്ങളൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് ഒരു ലോങ് ടൈം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്പെസിഫൈഡ് അസറ്റ് ഏതാണെന്നൊക്കെ ടാക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് പറയും. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രത്യേകതകൾ ഇത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അസറ്റ് നിങ്ങൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചിരിക്കണം. ദി ന്യൂ അസറ്റ് ഷുഡ് ബി പർച്ചേസ്ഡ് വിത്തിൻ 6 months. പിന്നെ ഇതിൻ്റെ എക്സംഷൻ എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അസസിക്കും ഉണ്ട്. അതുപോലെ 6 മാസത്തിനുള്ളിൽ വാങ്ങിച്ചിരിക്കണം. മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് 50 ലക്ഷം. ഓക്കെ, നെക്സ്റ്റ് 54F. 54F ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ HUFനും മാത്രമേ കിട്ടൂ. ഇതെന്താണ് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ്. അതായത് നിങ്ങളുടെ ലോങ് ടൈം അസറ്റ് വിറ്റിട്ട് ഒരു റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കുന്ന ഒരു വീട്. ഓക്കെ, അത് വാങ്ങുക അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അർത്ഥം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദി അസസി ഡസ് നോട്ട് ഓൺ മോർ ദാൻ 1 റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അസസിക്ക് ഒന്നിൽ കൂടുതൽ വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടില്ല. 2 വീടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ എക്സംഷന് നിങ്ങൾ യോഗ്യരല്ല. ഒരു വീടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു പീരിയഡാണ്. ഈ പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ 54 പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ആദ്യം പറഞ്ഞ സംഭവം, വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year ബിഫോർ 2 year ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ പർച്ചേസ്ഡ് 1 റെസിഡൻറ്റ് ഹൗസ് ഇൻ ഇന്ത്യ ഓർ വിത്തിൻ എ പീരിയഡ് ഓഫ് 3 year കൺസ്ട്രക്റ്റഡ് 1 റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ഇന്ത്യ. എന്താ പറഞ്ഞത്, നിങ്ങൾ ഇതിൻ്റെ കണ്ടീഷൻ ബിഫോർ സെയിലാണെങ്കിൽ 1 year ആണ് അല്ലേ. അതല്ല, അത്
പിന്നെ ആഫ്റ്റർ സെയിലാണെങ്കിൽ 2 ഇയർ ആണ്. ഇനി അത് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പുതിയത് നിങ്ങൾ അത് നിർമ്മിക്കുകയാണെങ്കിൽ എന്താണ് 3 വർഷം വരെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കാലയളവ് ഉണ്ടായിരിക്കും. ഇത് ആദ്യം 54-ൽ നമ്മൾ പറഞ്ഞ ആ കണ്ടീഷൻ അതേ കണ്ടീഷൻ തന്നെയാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ എക്സെംഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് കൺസിഡറേഷൻ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് എന്തില്ല, ഇതിൻ്റെ എക്സെംഷൻ കിട്ടില്ല. ഒരു പ്രൊപ്പോർഷനേറ്റ് നെറ്റ് കൺസിഡറേഷൻ ആണ് നമുക്ക് കിട്ടുക. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിലുണ്ട് ക്യാപിറ്റൽ ഗെയിന് ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ്. ക്യാപിറ്റൽ ഗെയിന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ക്യാപിറ്റൽ ഗെയിന് അതിൽ നിന്നാണ് നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് കൺസിഡറേഷൻ പറഞ്ഞാൽ സെയിൽസ് നിന്ന് നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഓഫ് സെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് കുറയ്ക്കാം. അതാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിൽസ് മൈനസ് സെല്ലിങ് എക്സ്പെൻസ്, അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ദെൻ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ്, എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് നമ്മളെന്താണ് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്താണ് പ്രൊപ്പോർഷനേറ്റ് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. അതാണ് നമുക്ക് എക്സംഷനായിട്ട് കിട്ടുള്ളൂ, അല്ലാതെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യില്ല, എക്സംഷൻ കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 54G. അത് എല്ലാ അസസിക്കും ഇതിനുള്ള ആനുകൂല്യം കിട്ടും. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ. അതായത് പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഷിഫ്റ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് പട്ടണത്തിൽ നിങ്ങളെന്താണ് നല്ല വില കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമത്തിൽ എന്ത് ചെയ്യാം, പുതിയൊരു ഇൻഡസ്ട്രി നിങ്ങൾക്ക് എന്താണ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പുതിയ ഇൻഡസ്ട്രി നിങ്ങൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മുഴുവൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എത്രയാണോ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണത്, ആ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 54GA എല്ലാ അസസികൾക്കും അവൈലബിൾ ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത, ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ സെസ്. ഓക്കെ, എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അറിയാലോ. ചില പ്രദേശങ്ങളുണ്ടാവും, അത് ഗവൺമെൻറ് അതിനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്ഥലങ്ങളായിട്ട് പറയുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള സോണുകളെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് എന്താണ് എക്സംഷന് അലവബിളാണ്. ഓക്കെ, നെക്സ്റ്റ് 54GB. ഇത് ഇൻഡിവിജ്വലിനും HUFനും മാത്രമാണുള്ളത്. ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ആൻ എലിജിബിൾ കമ്പനി. നിങ്ങളെന്താണ്, നിങ്ങൾ താമസിക്കുന്ന വീട് വിറ്റിട്ട് അത് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇൻഡിവിജ്വലിനും HUFനും മാത്രമാണുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഇത് മുഴുവൻ എക്സംഷൻ കിട്ടില്ല, പ്രൊപ്പോർഷനേറ്റ് എക്സംഷനെ കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അതെന്താണ് പ്രൊപ്പോർഷനേറ്റ് എക്സംഷൻ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ്, നേരത്തെ പറഞ്ഞ് അതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 54 എന്ന് പറയുന്ന സെക്ഷനായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ ഗെയിനുള്ളത്. അപ്പോൾ ഇതും ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ ആണല്ലോ.